എഞ്ചൂട്ടി എന്തിന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ തന്തൂരി ചിക്കൻ കേട്ടാ. ഓളെന്നെ പറയുന്നുണ്ട് സൂപ്പറാന്ന്. എന്നാൽ പിന്നെ അമ്മക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ, ഒരുമിച്ച് ഉണ്ടാക്കല്ലേ. എന്നാൽ വേഗം പോയിട്ട് എന്ത് പണിയെടുത്തോ, നല്ല അടിപൊളി ചിക്കൻ ഇങ്ങെടുത്താ കേട്ടാ. അടിപൊളി എന്ന് വെച്ചാൽ കാലോട് കൂടിയിട്ട് ഭാര്യയിലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ എടുക്കണേ. ഇങ്ങനെ ചിക്കൻ എടുത്താലാ നമ്മളെ തന്തൂരിക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. എന്നാൽ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കന് ഒരു ഫോർക്ക് ഉപയോഗിച്ച് എല്ലാവരും നല്ല പോലെ കുത്തിക്കൊടുക്കണം. എന്തിനാ ഇങ്ങനെ കുത്തുന്നതെന്നല്ല, നമ്മൾ പെരക്കുന്ന മസാലയല്ലേ ഇല്ലടോ, അതെല്ലാം ഈ ചിക്കന് മേലേക്ക് ഇറങ്ങിച്ചെന്ന് മസാലൻ്റെ ടേസ്റ്റെല്ലാം ഉള്ളിലെല്ലാം എത്തണ്ടേ, എന്നാലല്ലാണ്ട് ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫോർക്ക് ഉപയോഗിച്ച് എല്ലാവരുടെയും കുത്തിക്കൊടുക്കുന്നത്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു 3 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ, അതും. പിന്നെ വേണ്ടിയത് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും. പിന്നെ നമുക്ക് 1 ചെറുനാരങ്ങ നീരും വേണം. 1 ചെറുനാരങ്ങ നീരും ഇട്ട് നല്ല പോലെ കുഴച്ചെടുക്കണേ. കുഴച്ചെടുക്കാനായിക്കില്ല, ഇനിയും മസാല വരാനുണ്ട് കേട്ടോ. 1 ഉള്ളി, 1 തക്കാളി, ഒരു 10-12 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണം. അപ്പോൾ ഇതെല്ലാം നമ്മളതിലേക്ക് ഇടണം. നമ്മളെ മിക്സീൻ്റെ ജാറിലേക്ക് എടുത്ത് നല്ല ഫൈനാക്കിയിട്ട് തന്നെ അരച്ചെടുക്കണേ. അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം, നല്ല ഫൈനാക്കിയിട്ട് അരച്ചെടുക്കണം. പിന്നെ ഇത് നമ്മൾ കല്ലുപ്പായതുകൊണ്ട് എന്ത് പണിയെടുക്കുന്നുണ്ട് എന്നാ, നമ്മളെ കല്ലുപ്പ് നമ്മൾ ഈ മിക്സിയിലേക്ക് ഇട്ട് നല്ല പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളടുത്ത് പൊടിയുപ്പാണ്, ചിക്കനിലേക്ക് നേരിട്ട് ചേർക്കാൻ പറ്റും കേട്ടോ. എന്നാൽ പിന്നെ നല്ലോണം ഫൈനാക്കി അരച്ചെടുത്ത മസാല നമ്മൾ നേരത്തെ മഞ്ഞപ്പൊടിയെല്ലാം ഇട്ട് വെച്ച ചിക്കനില്ലേ, അതിലേക്ക് മേലെ നല്ല പോലെ പാർന്നിട്ട് നല്ലോണം മിക്സാക്കി ഇങ്ങെടുക്കണം. ഉപ്പ് ആവശ്യത്തിന് നോക്കി ഇടണേ കേട്ടാ. ഉപ്പ് കുറവാണോ നോക്കിയിട്ട് പിന്നെ ഉപ്പിട്ട കേട്ടാ. എന്നാൽ നല്ല പോലെ എല്ലാവരും എത്തുന്ന തരത്തിൽ നല്ല പോലെ കുഴച്ചിങ്ങെടുക്കണം. എന്നിട്ടോ നേരെ കൊണ്ടുപോയിട്ട് ഒരു ഫ്രിഡ്ജിൽ വെക്കണം. ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി ഇങ്ങെടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കേട്ടാ. നിർബന്ധമായിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. എന്നാലേ നമ്മളെ തന്തൂരി ചിക്കൻ്റെ ഇതെല്ലാം മസാലയെല്ലാം നല്ല ഉള്ളിലെല്ലാം ഇറങ്ങി ചെല്ലുള്ളൂ. പിന്നെ നമ്മൾ കണൽ കത്തിച്ച് അതിലേക്ക് ഗ്രില്ലും മേലേക്ക് നമ്മൾ ചിക്കൻ വെക്കണം കേട്ടോ. ഗ്രില്ലില്ലാന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. വേഗം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് കുറച്ച് ഓയിൽ പറഞ്ഞ് അതിലേക്കിട്ട് അപ്പുറം ഇപ്പുറം ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളടുത്ത് ഗ്രില്ലുള്ളതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് ഒരു ഭാഗം വേപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. എന്തിന്, ആടെയും കൂടിയും വേണ്ട. അപ്പം 5 മിനിറ്റ് ആടെ വേപ്പിച്ച് പിന്നെ 5 മിനിറ്റ് ഇപ്പുറം വേപ്പിച്ച് പിന്നെയും മറിച്ചിട്ട് അങ്ങനെ 2-3 പ്രാവശ്യം ഒരു അരമണിക്കൂർ ഏകദേശം നമ്മൾ ചിക്കൻ വേപ്പിച്ചെടുത്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ റെഡി ആകും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൊരിഞ്ഞ് വരുന്ന ഒരല്പം ഓയിൽ അതിൻ്റെ മേലേക്ക് ചേർത്താലാണ് നമ്മൾ ഒറിജിനൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമ്മൾ ചിക്കൻ തന്തൂരി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓയിൽ ഇടാൻ മറക്കരുത്, ഓയിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ അടിപൊളി റെഡി തന്തൂരി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും, അത് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. എന്നാൽ അടുത്ത വീഡിയോ കാണാം. ഓക്കേ.